ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ്. ഇറ്റ്സ് എ സ്റ്റോറി, എ ഷോർട്ട് സ്റ്റോറി ബൈ ദ ഗ്രേറ്റ് റൈറ്റർ ഓഫ് മലയാളം, വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാമ്പും കണ്ണാടിയും ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പാമ്പും കണ്ണാടിയും എന്ന എ ഹ്യൂമറസ് സ്റ്റോറി. ഹാസ്യാത്മകമായ ഒരു ഹാസ്യാത്മക കഥ. ഹാസ്യമാണ്, രസകരമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ പരീക്ഷയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടി ആവേശത്തോടുകൂടി കേട്ടിരിക്കുക. കഥയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ബഷീർ, ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ്. വൈക്കം മുഹമ്മദ് ബഷീർ, സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, ദ സുൽത്താൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകളുടെ സുൽത്താൻ. ഹി വാസ് ഓൾസോ എ റിയൽ ലവർ ഓഫ് നേച്ചർ. ഒരു യഥാർത്ഥ പ്രകൃതി സ്നേഹി കൂടിയായ ആ മഹാനായ കഥയെഴുത്തുകാരൻ. ഓൾ മലയാളീസ് wherever in this world, ഏത് മലയാളിയാവട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ, വി കാണ്ട് ഫോർഗെറ്റ് ഹിം. വൈക്കം മുഹമ്മദ് ബഷീറിനെ ആർക്കും മറക്കാൻ കഴിയില്ല. സച്ച് എ ഗ്രേറ്റ് റൈറ്റർ ഹി ഈസ്. അത്തരത്തിൽപ്പെട്ട അതിവിപുലമായ രചനാസമ്പത്തുള്ള ഒരു എഴുത്തുകാരൻ. പ്രൊഫൈൽ നമുക്ക് പിന്നീട് പഠിക്കാം. ലെറ്റ് us enter the class. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. യെസ്, ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പാമ്പും കണ്ണാടിയും. Has a snake ever coiled itself round any part of your body? A question. Has a snake ever coiled, wind up, ചുറ്റുക. ഒരു പാമ്പ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ചുറ്റിയിട്ടുണ്ടോ? Has a snake ever coiled itself round any part of your body? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, കയ്യിലോ കാലിലോ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റിപ്പുളഞ്ഞിട്ടുണ്ടോ? ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യത്തോടു കൂടിയാണ് കഥയുടെ ആരംഭം. എ ഫുൾ ബ്ലഡഡ് കോബ്ര, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മൂർഖൻ. അങ്ങനെ ഒരു മൂർഖൻ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ചുറ്റിപ്പുളഞ്ഞിട്ടുണ്ടോ? All of us felt silent. ഞങ്ങളൊക്കെ ഇത് കേട്ട് നിശബ്ദരായിപ്പോയി. എ കോബ്ര വൈൻഡ് അപ്പ് ദ ബോഡി, കോയിൽഡ് ദ ബോഡി. ഒരു മൂർഖൻ ശരീരത്തിൽ പുളയുകയോ? അമേസിങ് ഓർ ഫിയർഫുൾ ഓർ ഹൊറിബിൾ, ഭീകരം, ഭയാനകം. ഇവിടെ രസകരം. The question came from the homeopath. So the story, The Snake and the Mirror, told by Vaikam Muhammad Bashir, is a humorous story. And it has also a biographical touch also. ഇതിന് ആത്മകഥാംശ എന്ന് പറയാവുന്ന ഒരു സ്പർശം കൂടിയുണ്ട്. അദ്ദേഹം ഒരു ഹോമിയോപ്പത് ആയിട്ട് പഴയകാലത്ത്
ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിൽ ആർക്കും ഇത്തരം ഹോമിയോ ഡോക്ടറായി മാറാം. അതായത് അത്തരം പഠനം നടത്തിയിട്ട് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനാണ് മിക്കവാറും. എന്തായാലും നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ ഹോമിയോപ്പത്ത് ആയി മാറുമ്പോൾ അതിൽ ഒരു ഓട്ടോബയോഗ്രാഫിക്കൽ ടച്ചുണ്ട്. അതുകൊണ്ട് നോക്കൂ, ഹീസ് എൻ ഹോമിയോപ്പത്ത്, എ ഹോമിയോപ്പതി ഡോക്ടർ. ഈ ചോദ്യം വന്നത് ഹോമിയോപ്പതി ഡോക്ടറിൽ നിന്നാണ്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി were discussing snakes. This topic came, ഈ വിഷയം ഉണ്ടായത്, ആവിർഭവിച്ചത് while we were discussing about snakes, പാമ്പുകളെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത്തരം ഒരു ചോദ്യം അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചത്. സോ ഹിയർ ഹോമിയോപ്പത്ത് ഈസ് ദ സ്റ്റോറി ടെല്ലർ. ഹി നാരേറ്റ്സ് ദ സ്റ്റോറി ആൻഡ് മെനി പീപ്പിൾ സാറ്റ് അറൗണ്ട് ഹിം. അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ഒത്തിരി പേരിരിക്കുന്നുണ്ട്. ഹിസ് നെയ്ബേഴ്സ്, ആ ഹോമിയോപ്പതി ഡോക്ടർ താമസിക്കുന്ന വീട്ടിൻ്റെ ചുറ്റിലുമുള്ള അയൽക്കാർ. ഹി വാസ് ലിവിങ് ഇൻ എ റിമോട്ട് ഹൗസ് ഇൻ എ റിമോട്ട് വില്ലേജ്. ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ, അതിൽ തന്നെ ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ, ഒരു ചെറുമുറിയിലാണ്, എ വില്ലേജ് ഹൗസ്, ഒരു ഗ്രാമത്തിലെ വീട്. ടൈൽഡ് റൂഫ്, മേൽപ്പുര ഓട് വെച്ചതാണ്. ഓൾഡ് ഹൗസ്, പഴയ വീടാണ്. അവിടെയാണ് ഹോമിയോപ്പതി ഡോക്ടറുടെ താമസം. കേട്ടോളൂ. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി. അറ്റൻഷൻ, ശ്രദ്ധ. വി ലിസൺഡ്, ഞങ്ങൾ കേട്ടിരുന്നു, ശ്രദ്ധയോടെ. അറ്റൻറ്റീവ്ലി അഡ്വർബാണ്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദി ഡോക്ടർ continued with the tale. The doctor continued the tale. അദ്ദേഹം കഥ തുടർന്നു. tale, story. tale, story. He continued the snake story. പാമ്പിൻ്റെ കഥ അദ്ദേഹം തുടർന്ന് പറയുകയാണ്. ദസ്പേര, ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ. നല്ല ചൂടുള്ള വേനൽക്കാലം. നൈറ്റ് അബൌട്ട് 10 o'clock. സമയം രാത്രി 10 മണി. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. സോ ഇറ്റ് വാസ് ദാറ്റ് ഹിസ് ഹാബിറ്റ് അറ്റ് ദാറ്റ് ടൈം ടേക്കിംഗ് മീൽസ് അറ്റ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ്, റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ സാധാരണഗതിയിൽ നാട്ടുപുറത്തെ ചായക്കട, അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഹി വാസ് ലിവിങ് അലോൺ. ആ മനുഷ്യൻ, ഈ കഥാകാരൻ അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കാലം സമ്മർ സീസൺ, സ്ഥലം എ വില്ലേജ്, ടൈം അബൌട്ട് 10 o'clock അറ്റ് നൈറ്റ്, രാത്രി ഏകദേശം 10 മണി. ഐ ഹാഡ് മൈ മീൽ, ഫുഡ്, ഭക്ഷണം, മീൽസ്. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദി റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഭക്ഷണം കഴിച്ച് കഥാകാരൻ തൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. ലെറ്റ് us again remember that he is alone in that house. A poor place. That means a old house and a shattered room. ഏകദേശം തകർന്ന് വീഴാറായ ഒരു പുരയും അതിലൊരു മുറിയും. ആ മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നോക്കൂ, I heard a noise from above. I heard a noise. ഞാനൊരു ശബ്ദം കേട്ടു. From above. From above. മുകളിൽ നിന്ന്. From above. 2 prepositions ആണ്.
സോ ഫ്രം എബവ് ഹി ഹേഡ് എ സൗണ്ട്. അദ്ദേഹം ഒരു ശബ്ദം കേട്ടു മുകളിൽ നിന്ന്. എന്തോ ഒരു ശബ്ദം. ഐ ഹേഡ് എ നോയിസ് സൗണ്ട്, ശബ്ദം. ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കെ മുകളിൽ നിന്ന് ഞാൻ എന്തോ ഒരു ഒച്ച കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ഒന്നും ഭയക്കാനൊന്നുമില്ല. ഇറ്റ് വാസ് എ ഫെമിലിയർ വൺ, ഫെമിലിയർ സൗണ്ട്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് ഫെമിലിയറൈസ്, അൺഫെമിലിയർ എന്നൊക്കെ. ഫെമിലിയർ, സുപരിചിതമായ. ഇറ്റ് വാസ് എ ഫെമിലിയർ സൗണ്ട്, സുപരിചിതമായൊരു ശബ്ദമാണത്. വാട്ട് വാസ് ഇറ്റ്? എന്തായിരുന്നു നോക്കാം. ഫെമിലിയർ വൺ. വൺ കുഡ് സേ ദാറ്റ് rats and I shared the room. Yes, that is the matter. എലികളുടെ ശബ്ദമാണ്. ആൻഡ് ഹി വാസ് അലോൺ, ബട്ട് നോട്ട് അറ്റ് ഓൾ അലോൺ. ഒറ്റയ്ക്കാണ്, പക്ഷെ ഒറ്റയ്ക്കല്ല. കൂട്ടത്തിൽ ഹൺഡ്രഡ്സ് ഓഫ് റാറ്റ്സ്, ആ മുറിയിൽ താമസിക്കുന്ന നൂറുകണക്കിന് എലികൾ വേറെയുണ്ട്. അപ്പോൾ ആസ് ഇറ്റ് ഈസ് എ ഫെമിലിയർ സൗണ്ട് മെയ്ഡ് ബൈ ദ റാറ്റ്സ്, എലികളുണ്ടാക്കുന്ന സുപരിചിതമായ ശബ്ദമാണത്. സോ ഹി ഡിഡ്ന്റ് കെയർ ഇറ്റ്. അദ്ദേഹം അതിനെപ്പറ്റി ശ്രദ്ധിച്ചതേയില്ല. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദി റൂം. വേണമെങ്കിൽ പറയാം ഞാനും എലികളും കൂടി ആ മുറി പങ്കുവെക്കുകയാണെന്ന്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ്. ഞാൻ തീപ്പെട്ടി എടുത്തു. മാച്ച് ബോക്സ്, തീപ്പെട്ടി എടുത്തു. ആൻഡ് ലൈറ്റഡ് ദി കിറോസിൻ ലാമ്പ്. കിറോസിൻ മണ്ണെണ്ണ, ലാമ്പ് വിളക്ക്. ആട് പിരീഡാണ്, ഓർത്തോണം, 100 കൊല്ലങ്ങൾക്ക് മുൻപാണ്. സോ ഹി ലൈറ്റഡ്, പ്രകാശിപ്പിച്ചു, കത്തിച്ചു. ഹി ലൈറ്റഡ് ദ കിറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്തുണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. സോ ദ ഫസ്റ്റ് 2 paragraphs. Sum up it. So the story begins with a question. ഒരു ചോദ്യത്തോടു കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. ദാറ്റ്സ് എ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. കഥയിലെ ഒരു തന്ത്രമാണത്. ടു അട്രാക്ട് ദ ലിസണേഴ്സ്, ശ്രോതാക്കളെ, വായനക്കാരെ ശ്രദ്ധിക്കാനായിട്ട്. ഹിയർ ദ നാരേറ്റർ ഈസ് ദ ഓഥർ ഹിംസെൽഫ്. ഹി ഈസ് ദ ഹോമിയോപ്പത്ത് ഹിംസെൽഫ്. ആൻഡ് ഹി ടെൽസ് ദ സ്റ്റോറി. ഹി ആസ്ക്ഡ് ദ നെയ്ബേഴ്സ് എ ക്വസ്റ്റ്യൻ. ആൾക്കാരോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: ഹാസ് എ സ്നേക്ക് കോയിൽഡ് യുവർ ബോഡി? എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ചുറ്റിപ്പൊളഞ്ഞിട്ടുണ്ടോ? ആൻഡ് ദ ഓഡിയൻസ് ഗോട്ട് സർപ്രൈസ്ഡ്. അവരാകെ ആശ്ചര്യപ്പെട്ടു പോയി. വാട്ട് എ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്. ഇതെന്തൊരു ചോദ്യമാണ്, ഒരു പാമ്പ് ശരീരത്തിൽ പൊളയുക. സോ ഫ്രം ദർ ഇറ്റ് സ്റ്റാർട്ട്സ്. ഹോമിയോ ഡോക്ടറുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശരീരത്തിൽ ഒരിക്കൽ ഒരു പാമ്പ് ചുറ്റിപ്പൊളഞ്ഞ കഥ. ഇത് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരിടത്ത് വെച്ച് മറ്റുള്ള കൂട്ടുകാരോട് പറയുകയാണ്. കേൾക്കാം. It was a summer night and he was alone. So he went to the hotel to take his meals and he returned to his room. And while he was opening the door, he could hear a familiar sound from above. വാതിൽ തുറക്കുമ്പോൾ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. A familiar sound. സുപരിചിതമായ ശബ്ദം. Nothing to worry. ഒന്നും പേടിക്കാനില്ല. സോ ഹി ഡിഡ്ന്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി ശ്രദ്ധിച്ചതേയില്ല. 3rd പേര. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. വീട് വൈദ്യുതീകരിച്ചതല്ല. ഐ പോയിന്റഡ് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ഡീക്കേഡ്സ് അഗോ. ദശാബ്ദങ്ങൾക്ക് മുൻപ് നടക്കുന്ന കഥയാണ്. യെസ്. ദെൻ ദ 3rd പേര. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. വീട് വൈദ്യുതീകരിച്ചതല്ല. സോ ഐ ടോൾഡ് യു ദിസ് സ്റ്റോറി ഹാപ്പൻ ലോങ് ഇയേഴ്സ് അഗോ. വളരെ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണിത്. ഡിക്കേഡ്സ് അഗോ, ദശാബ്ദങ്ങൾക്ക് മുൻപ്.
ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. വീട്, ആ മുറിയാണ് അദ്ദേഹം വാടകയ്ക്ക് എടുത്തത്. ഹി ജസ്റ്റ് വാണ്ടഡ് എ റൂം, എ റെന്റഡ് റൂം, വാടകയ്ക്ക് എടുത്ത മുറി. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ്. ഞാനപ്പോൾ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചതേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. ആ പ്രാക്ടീസിങ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആൻഡ് മൈ ഏർണിങ്സ് വർ മീഗർ. എൻ്റെ വരുമാനം മീഗറാണ്. മീഗർ, തുച്ഛം, തുച്ഛമായ വരുമാനം. വെരി ലിറ്റിൽ, വളരെ കുറവ്. ദാറ്റ് മീൻസ് നത്തിങ് ക്യാൻ ബി കൗണ്ടഡ്. എണ്ണി പറയാൻ പറ്റുന്ന വരുമാനമൊന്നുമില്ല. മീഗർ ഇൻകം, തുച്ഛ വരുമാനം. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എന്നാലും അന്നത്തെ ദശാബ്ദങ്ങൾക്ക് മുൻപുള്ള 60 രൂപ ആ സൂട്ട് കേസിലുണ്ട്. നമ്മൾ വേണമെങ്കിൽ ഇന്നത്തെ ഒരു 6000 എന്നൊക്കെ പറയുന്ന മാതിരി വലിയ എമൗണ്ട് ഒന്നല്ല ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. ബട്ട് അക്കോർഡിംഗ് ടു ഹോമിയോപ്പത്സ് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. 60 രൂപയുണ്ടതിൽ. I had about 60 rupees in my suitcase along with some shirts and dhotis. അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ his shirts, dhotis, ഉടുക്കുന്ന മുണ്ടുണ്ട്, ധരിക്കുന്ന ഷർട്ടുണ്ട്. And I also possessed one solitary black coat. At that period or at any period, എക്കാലത്തുമാകട്ടെ വസ്ത്രം കൊണ്ട് ആളെ തിരിച്ചറിയാം. എ ലോയർ ക്യാൻ ബി ഐഡന്റിഫൈഡ് വാച്ചിങ് ഹിസ് കോട്ട്. എ ഡോക്ടർ ആസ് സച്ച്. അതേപോലെ ഇതൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്. ഒരൊറ്റ കോട്ട് മാത്രമുള്ള ഹോമിയോപ്പതി ഡോക്ടർ. ദാറ്റ് ഈസ് ദിസ് ഹോമിയോപ്പതി. എനിക്ക് സ്വന്തമായിട്ട് ഒരേ ഒരു കോട്ടേ ഉള്ളൂ. എ ബ്ലാക്ക് കോട്ട്. സോളിറ്ററി, സിംഗിൾ. Solitary means single, ഒറ്റ. SOLITARY means single, ഒറ്റ. ഒരൊറ്റ ഷർട്ട് മാത്രമേ ഉള്ളൂ, അതും അവിടെ ഉണ്ട്. ഐ വാസ് ദെൻ വെയറിങ്. അതാണ് അക്കാലത്ത് രോഗികളെ നോക്കുമ്പോൾ ഞാൻ ധരിക്കാറ്. സോ ദ സ്റ്റോറി ഈസ് സ്റ്റാർട്ടിങ്. കഥ ആരംഭിക്കുകയാണ്. ദ ഇൻസിഡൻറ്റ്, ദ സ്നേക്ക് ഇൻസിഡൻറ്റ്, ദ സ്നേക്ക് ഫാളിങ് ഇൻസിഡൻറ്റ്. ആ പാമ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട കഥ. ആ പാമ്പ് താഴത്തു വീണ കഥ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൊളഞ്ഞ കഥ. യെസ്, കം ടു നെക്സ്റ്റ് പേര. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. ഞാൻ എൻ്റെ കറുത്ത കോട്ട് അഴിച്ചു മാറ്റി. വൈ? ബിക്കോസ് he went out wearing that coat. ആ കോട്ടും ധരിച്ചാണ് പുറത്തു പോയത്. കണ്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാകണം ഇറ്റ്സ് അവർ ഹോമിയോപ്പതി ഡോക്ടർ, ഇത് നമ്മുടെ ഡോക്ടറാണെന്ന്. അതുകൊണ്ട് ആ ഷർട്ടും ധരിച്ചാണ് പുറത്തു പോയത്. then he returned and removed his coat and white shirt. അതിനടിയിൽ ധരിച്ച വെളുത്ത ഷർട്ടും അഴിച്ചു മാറ്റി. not so white, അത്രത്തോളൊന്നും വെളുത്തതല്ല. യെലോയിഷ്, പഴകിയത് കൊണ്ടൊരു മഞ്ഞ നിറമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ആ വെസ്റ്റ്, അണ്ടർക്ലോത്ത്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർക്ലോത്ത്, ബനിയൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബനിയൻ. കോട്ട് അഴിച്ചു മാറ്റി, ഷർട്ട് അഴിച്ചു മാറ്റി, അതിൻ്റെ അടിയിലിട്ടിരുന്ന ബനിയൻ അഴിച്ചു മാറ്റി. ഐ ടുക്ക് ഓഫ്, ടേക്ക് ഓഫ് എടുത്ത് മാറ്റുക. മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം. ഹാങ്, തൂക്കിയിടുക, പഠിച്ച വാക്കാണ്. ഹങ്, തൂക്കിയിട്ടു. ഹങ് ദം അപ്പ്, അതവിടെ മുറിയിൽ ഏതൊരു വശത്ത് തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ 2 windows. ജനവാതിൽ രണ്ടും തുറന്നിട്ടു. ഇൻ ദ റൂം. ഇറ്റ് വാസ് an outer room. വീടിന് പുറത്തേക്ക് തുറക്കാവുന്ന, പുറത്തേക്ക് വാതിലുള്ള,
പുറത്തേക്ക് ജനലുള്ള ഒരു മുറി. വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അതിൻ്റെ ഒരു ചുവർ മുൻവശത്തെ മുറ്റത്തേക്കുള്ളതാണ്. അവിടെ വാതിലുണ്ട്, അതിൽ തുറന്ന് പുറത്തു പോകാം. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. ഓടിട്ടതാണ് മേൽപ്പുര, മേൽഭാഗം ഓടിട്ടതാണ്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ്. വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ്. ഗാബിൾസ്, strong poles of wood. മേൽപ്പുരയ്ക്ക് വേണ്ടി പണ്ടൊക്കെ മരം കൊണ്ടുണ്ടാക്കാറുള്ള കഴുക്കോൽ എന്ന് പറയുന്ന ആ കട്ടിയുള്ള ശക്തിയുള്ള നീണ്ട മരക്കഷ്ണങ്ങൾ, ആ മരക്കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ടോപ്പാട്ടുണ്ടാക്കുന്നു, മോന്തായം. അത് ഉത്തരമെന്ന ബീം എന്ന ഭാഗത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. അതിന് മുകളിൽ ഓട് വയ്ക്കുന്നു. നോ സീലിംഗ്, അതിനടിയിൽ സീലിംഗ് ഇല്ല, പാക്കടിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോളൂ. സോ ദ ടൈൽസ് വേർ സപ്പോർട്ടഡ് ബൈ ഗാബിൾസ്. കൈക്കോലിൽ ഓട് വെച്ചു ബാക്കിയത്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം. മുറിയുടെ ബീമിലാണ്, ഉത്തരത്തിലാണ് ആ ഗാബിൾസ് റെസ്റ്റ് ചെയ്യുന്നത്. റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. ചുവരിന്റെ മുകളിൽ. അപ്പം ചുവരിന്റെ മുകളിൽ ബീം, അതിന്റെ മുകളിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഗാബിൾസ്, അതിന്റെ മുകളിൽ ഓട്. There was no ceiling. പാക്കടിച്ചിട്ടില്ല. So we can see the site there. അവിടുന്ന് പൊടി വീഴും, ജീവികൾ വീഴും, എലി വീഴും. No ceiling. There was a regular traffic of rats to and from the beam. To and from the beam, throughout the beam, ബീമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവ്വസമയത്തും the traffic of the rats. എലികളുടെ യാത്ര. Hundreds of rats. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. ഞാൻ എൻ്റെ കിടക്കയെടുത്ത് ചുവരിനരികിലേക്ക് വലിച്ചിട്ടു. ടുഗദർ, അവിടെ കിടക്കാനായിട്ട്. ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദി വാൾ. ഐ ലേ ഡൗൺ, ഞാൻ താഴത്ത് കിടന്നു. ബട്ട് ഐ കുഡിന്റ് സ്ലീപ്പ്, പക്ഷെ ഉറക്കം വരുന്നില്ല. ഹാട്ട് സമ്മർ, ചൂടുള്ള വേനൽക്കാലമാണ്. നോ വിൻഡ്, കാറ്റില്ല. നോ ഫാനറ്റോൾ, ഫാനൊന്നുമില്ല കാലത്ത്. He couldn't sleep. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. I got up and went out to the veranda. As he couldn't sleep, he stood up from there and went out to the veranda. നേരെ പുറത്ത് വരാന്തയിലേക്ക് നടന്നു. To the veranda. വരാന്ത തന്നെ. For a little air, അല്പം കാറ്റ് കിട്ടിയെങ്കിൽ. He wanted to enjoy the freshness of the air. വായു വേണം, കാറ്റ് വേണം. Because it's a hot summer night. നല്ല ചൂടുള്ള വേനൽക്കാലമാണ്, രാത്രിയാണ്. But the wind god seemed to have taken time off. No air, no wind. വായുദേവൻ എങ്ങോ പോയി കഴിഞ്ഞു, കാറ്റ് വീശുന്നില്ല. No wind, no air. And he got puzzled. അങ്ങനെ ആകെ വിഷമിച്ചു മൂപ്പര്. Inside the room or outside the room. മുറിക്ക് അകത്താകട്ടെ, outside the room, in the വരാന്തയിലാകട്ടെ. No air. Time just covered 10 o'clock. 10 മണി കഴിഞ്ഞു. ഇനി ഉറങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇരുന്നേ പറ്റുള്ളൂ. നോക്കാം. I went back into the room. ഞാൻ തിരിച്ചു വരാന്തയിൽ നിന്ന് മുറിയിലേക്ക് തന്നെ കടന്നു. And sat down on the chair. മേശയ്ക്ക് അടുത്ത് വെച്ചിരിക്കുന്ന കസാരയിൽ വന്നിരുന്നു. And took out a book. Then he thought, reading a book. എങ്കിൽ പിന്നെ ഒരു പുസ്തകം വായിച്ചു കളയാം എന്ന് കരുതി ഒരു പുസ്തകം എടുത്തു. The Materia Medica, ഹോമിയോപ്പതി പുസ്തകമാണ്. മെഡിക്കലിനെ പറ്റി പറയുന്ന, അതിലെ മെറ്റീരിയൽസിനെ പറ്റി പറയുന്ന ഒരു പുസ്തകം. Materia Medica, it's the name of a homeopathy book.
ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ. മേശപ്പുറത്ത് ഞാനത് തുറന്നു വെച്ചു. ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാംപ് ആൻഡ് എ ലാർജ് മിറർ. സോ as he couldn't sleep, he returned from the veranda and sat on the chair near to the table. And on the table we can see a burning lamp, kerosene lamp. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. And there is a mirror near to it. അതിനകത്ത് ഒരു കണ്ണാടിയുണ്ട്. And he took a book. ഒരു പുസ്തകമെടുത്തു. And opened it. തുറന്നു. And its name, അതിൻ്റെ പേരാണ് മെറ്റീരിയ മെഡിക്ക. രോഗങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഒരു പുസ്തകം. And he opened it. അദ്ദേഹം അത് തുറന്നു വെച്ചു. And a large mirror, a small comb lay beside the mirror. അപ്പോഴാണ് very near to the mirror there was a comb, ചേപ്പ്. comb എന്ന് പറഞ്ഞാൽ the stuff that uses to comb. നൗണും വെർബും ഒന്ന് തന്നെയാണ്. ചീകുക അല്ലെങ്കിൽ ചേപ്പ്. So there was a comb, ഒരു ചേപ്പുണ്ട് അവിടെ, near to the mirror. So please note all these things. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. Where he is sitting? Near to the table, on the chair. What are the items on the chair? എന്തൊക്കെ കാര്യങ്ങളുണ്ട്? A kerosene lamp, burning, കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക്. And a mirror, ഒരു കണ്ണാടി. And a comb, ഒരു ചേപ്പ്. All these are specific features of the story. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഈ വസ്തുക്കളൊക്കെ. Then I went back into the room and sat down on the chair. I opened the box beneath the table. Beneath പഠിച്ച വാക്കാണ് ഒന്നാമത്തെ പാഠത്തിൽ. അഞ്ച് കീഴെ, താഴെ. അപ്പോൾ താഴെ വെച്ചിരുന്ന പുസ്തകം എടുത്തു. And took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay സ്ഥിതി ചെയ്യുക, സ്ഥിതി ചെയ്തു, കിടക്കുക, കിടന്നു. Beside the mirror, കണ്ണാടിക്കടുത്ത് ഒരു ചീപ്പുണ്ട്. Then next വേറെ, one feels tempted to look to a mirror. കണ്ണാടി കണ്ടാൽ ആരാണ് നോക്കിപ്പോകാത്തത്? So tempt, attract. Tempt means attract, ആകർഷിക്കുക. So he was tempted to the mirror and to the lamp. അവിടെ കിടക്കുന്നുണ്ട് ഒരു comb, ഒരു ചീപ്പുണ്ട് അവിടെ. കണ്ണാടിയും കണ്ടു, ചീപ്പും കണ്ടു, വിളക്കിനടുത്ത്. One feels tempted to look into a mirror when it is near. പ്രത്യേകിച്ചും തൊട്ടരികിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ, ഒരു ചീപ്പുണ്ടെങ്കിൽ ആരാണ് കണ്ണാടി നോക്കിപ്പോകാത്തത്? ആരാണ് ചീപ്പെടുത്ത് മുടി ചീകിപ്പോകാത്തത്? I took a look. ഞാൻ ആ കണ്ണാടിയിലേക്ക് നോക്കി. I took a look. In those days I was a great admirer of beauty. പക്ഷെ ആദ്യം സൂചിപ്പിച്ചു, ഇറ്റ് ഈസ് എ സറ്ററിക്കൽ സ്റ്റോറി, ഹ്യൂമറസ് സ്റ്റോറി. ഹാസ്യകഥയാണ്. അദ്ദേഹം തന്നെ സ്വയം ചില കാര്യങ്ങൾ പരിഹസിച്ചുകൊണ്ട് എഴുതുന്നതാണ്. മറ്റുള്ളവരെ പരിഹസിക്കുന്നതല്ല, സ്വയം പരിഹസിച്ചുകൊണ്ട്. നോക്കൂ, ആരാണ് കണ്ണാടി കണ്ടാൽ നോക്കിപ്പോകാത്തത്? സോ ഹി മേ ഓൾസോ, അദ്ദേഹം നോക്കിപ്പോയി കണ്ണാടിയിലേക്ക്. എന്തുകൊണ്ടെന്നാൽ ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ, ആരാധിക്കുക. അഡ്മയറർ, ആരാധകൻ. അഡ്മയർ വെർബാണ്. വർഷിപ്പ്, ആരാധിക്കുക. ഇവിടെ പറയുന്ന ആരാധന സൗന്ദര്യാരാധനയാണ്. He is a admirer plus er, one who admires. Teacher, one who teaches, like that. Admirer, one who admires.
So at that time, I was a great admirer of beauty. സൗന്ദര്യ ആരാധകനാണ് അക്കാലത്ത് ഞാൻ. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. എന്നെ സൗന്ദര്യത്തോടു കൂടി കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പുരുഷ സൗന്ദര്യത്തിന്, ആണിൻ്റെ സൗന്ദര്യത്തിന് ഹാൻസം, പെൺകുട്ടിയുടെ സൗന്ദര്യമാണെങ്കിൽ, സ്ത്രീ സൗന്ദര്യമാണെങ്കിൽ ചാമിങ് ഗേൾ, ഹാൻസം ബോയ് എന്നിങ്ങനെ പറയുന്നു, ഹാൻസം. സോ ഹി വാണ്ടഡ് ടു ലുക്ക് ഹിംസെൽഫ് ഹാൻസം. അദ്ദേഹത്തിന് സ്വയം സുന്ദരനായി കാണാൻ ആഗ്രഹമുണ്ട്. ബിക്കോസ് ഹി വാസ് എ അഡ്മയറർ ഓഫ് ബ്യൂട്ടി. സൗന്ദര്യ ആരാധകനാണ്. ആൻഡ് ഹി വാസ് ജസ്റ്റ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ഹിസ് ഫേസ്. തൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ച് കളയാമെന്ന് നോക്കി, ആ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ. വെൻ ഇറ്റ് ഈസ് നിയർ, ഐ ടുക്ക് എ ലുക്ക്. In those days, I was a great admirer of beauty, and I believed in making myself look handsome. I was unmarried. He was a bachelor, അവിവാഹിതൻ, unmarried. ഹോമിയോപ്പതി ഡോക്ടർ, നമ്മുടെ ഓദർ അക്കാലത്ത് അവിവാഹിതനാണ്. He has the right to enjoy the beauty. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവകാശമുണ്ട്. I am an admirer of beauty. And I was unmarried and was a doctor. ഞാൻ ഡോക്ടറല്ലേ, ഞാൻ അവിവാഹിതനല്ലേ. അതുകൊണ്ട് I felt I had to make my presence felt. എനിക്ക് എൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കണം. How? എങ്ങനെ? That means when the people look me, they want to realize me a good man, a handsome young man, സുന്ദരനായ ചെറുപ്പക്കാരൻ എന്ന് അവർ എന്നെ കണ്ടാൽ പറയണം. They have to feel it. അവർക്കത് തോന്നണം. അതുകൊണ്ട് I picked up the comb, ഞാൻ ചീപ്പെടുത്തു, comb, and ran it through my hair. I picked the comb and ran it through my hair. ഞാൻ ആ ചീപ്പെടുത്ത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് എൻ്റെ മുടിയിലൂടെ ചീകി. And adjusted the parting. And on those days, the head hair parted. തലയിൽ മുടി ഇങ്ങനെ പകുത്ത് വയ്ക്കാറാണ്. ആ പകുപ്പ്, ആ ലൈൻ ഒക്കെ ശരിയാക്കി വെച്ചു. And adjusted the parting so that it looked straight and neat. അതാണ് അന്നത്തെ ഭംഗി. നേർരേഖ, മുടി രണ്ടു വശത്തേക്ക് പകുത്ത് വയ്ക്കുക. അങ്ങനെ ചെയ്തു. That means at that night at about 10:30, ആ രാത്രി, വേനൽക്കാല രാത്രി 10:30 മണി കാണും. നമ്മുടെ ഹോമിയോപ്പതി ചെയ്യുന്ന കാര്യമാണ്. കണ്ണാടിയിൽ നോക്കി ചീർപ്പെടുത്ത് മുടി പകുത്ത് വെക്കുക, മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക. And adjusted the parting so that it looked straight and neat. എങ്കിൽ മാത്രമേ ആ പകുപ്പ് നേരെ ഭംഗിയോടെ കാണപ്പെടുള്ളൂ. Again I heard that sound from above. അതിനിടയിൽ ഞാൻ ആ ശബ്ദം കേട്ടു. From above, മുകളിൽ നിന്ന് വീണ്ടും അതേ ശബ്ദം. That familiar sound. Maybe the sound of that rats. ആ എലികളുടെ ശബ്ദമായിരിക്കാം. ഒന്നുകൂടി ഇതിൻ്റെ സമ്മറി ആയിട്ട് മാഷ് പറയാം, കേട്ടോളൂ. So this story, The Snake and Mirror, written by the great writer വൈക്കം മുഹമ്മദ് ബഷീർ. And he is a well-known lover of nature. വലിയ പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു. And he loved all the creatures. അതുകൊണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ച മലയാള ടേം ഭൂമിയുടെ അവകാശികൾ, ഭൂമിയുടെ അവകാശികൾ എന്നുള്ള പദം. And this story relates with a snake. ഈ കഥയിൽ ഒരു പാമ്പുണ്ട്, നമ്മൾ കാണാൻ പോകുന്നൊരു പാമ്പ്. And it was a summer season. സമയം
വേനൽക്കാലമാണ്. ടൈം വാസ് 10 o'clock. രാത്രി 10 മണി കഴിഞ്ഞു. ആഫ്റ്റർ ടേക്കിംഗ് ഹിസ് മീൽസ് ഹി റിട്ടേൺ ടു ഹിസ് റൂം. ഭക്ഷണം കഴിച്ച് തൻ്റെ മുറിയിലേക്ക് വന്നു. ഹി ഓപ്പൺഡ് ഹിസ് ഡോർ. വാതിൽ തുറന്നു. അറ്റ് ദാറ്റ് ടൈം ഹി കുഡ് ഹിയർ സം ഫെമിലിയർ സൗണ്ട് ഓഫ് ദ റാറ്റ്സ്. പതിവായി കേൾക്കാറുള്ള എലിയുടെ പരക്കം പാച്ചിൻ്റെ ഒച്ച കേട്ടു. ആൻഡ് ഹി വെന്റ് ടു ദി റൂം ആൻഡ് ലൈറ്റഡ് ദി കെറോസിൻ ലാമ്പ്. മുറിയിൽ കടന്നു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ആൻഡ് ഹി ട്രൈഡ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ ശ്രമിച്ചു. ഹി ടുക്ക് ദ ബെഡ് ആൻഡ് പുട്ട് ഇറ്റ് ദർ നിയർ ടു ദ വാൾ. കിടക്കെടുത്ത് ചുവനടുത്തേക്ക് ചേർത്ത് വെച്ചു. ബട്ട് നോ എയർ. ഹീറ്റ്, എക്സ്ട്രീം ഹീറ്റ്, കടുത്ത ചൂട്. ഹി വാണ്ടഡ് ടു എൻജോയ് സം കൂൾ എയർ, തണുത്ത വായു വേണം. ഹി വെന്റ് ഔട്ട് ടു ദ വരാന്ത. വരാന്തയിലേക്ക് പോയി. ബട്ട് നോ വിൻഡ് ഗോഡ്. അവിടെ വായുദേവനില്ല, കാറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. അഗൈൻ ഹി റിട്ടേൺ ടു ദ റൂം. വീണ്ടും തിരിച്ചു വന്നു. ആൻഡ് ഹി ട്രൈഡ് ടു റീഡ്. വായിക്കാൻ ശ്രമിച്ചു. ഹി ടുക്ക് എ ബുക്ക് റിലേറ്റഡ് വിത്ത് ഹിസ് പ്രാക്ടീസ്. തൻ്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം എടുത്തു. മെറ്റീരിയ മെഡിക്ക. ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദ ടേബിൾ. അത് മേശപ്പുറത്ത് വെച്ചു. ആൻഡ് ദർ വാസ് എ കെറോസിൻ ലാമ്പ്, യു നോ. അവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ട്. വിതിൻ നിയർ ടു ഇറ്റ് എ മിറർ. അതിനടുത്തൊരു കണ്ണാടിയുമുണ്ട്. ആൻഡ് ബിസൈഡ് ഇറ്റ് ദർ ലേ എ കോംബ്. അതിന് അടുത്തൊരു ചീർപ്പം കിടക്കുന്നു. ആൻഡ് ഹി ആസ്ക്ഡ്, എനി മാൻ മേ ബി ടെംപ്റ്റഡ്, അട്രാക്റ്റഡ് ടു ഇറ്റ്. കണ്ണാടി ഉണ്ടെങ്കിൽ, ചീർപ്പുണ്ടെങ്കിൽ ആരും ഒന്ന് നോക്കിപ്പോകും, ആരും ഒന്ന് ചീകിപ്പോകും. ദാറ്റ് ഹി ഡിഡ്. അദ്ദേഹം അത് ചെയ്തു. ഹി ടുക്ക് ദ കോംബ് ആൻഡ് പാർട്ടഡ് ഹിസ് ഹെയർ ആൻഡ് മേഡ് ഇറ്റ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. മുടിയെടുത്ത് പകുത്ത് ഭംഗിയാക്കി വെച്ചു. ഇന്ന് ഈ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം. ആ ക്ലാസ് കേൾക്കുന്നത് വരെ ഒന്നാമത്തെ ഈ പാർട്ട് യു റീഡ് ഇറ്റ് റിപ്പീറ്റഡ്ലി. ആവർത്തിച്ച് വായിക്കുക, ആവർത്തിച്ച് ക്ലാസ് കാണുക, കേൾക്കുക, അതിലെ വാക്കുകൾ നോക്കുക, ആ വാക്കുകളുടെ സ്പെല്ലിംഗ് പഠിക്കുക, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുക. അറിയാത്ത അർത്ഥമുണ്ടെങ്കിൽ ഗ്ലോസറിയിൽ മാഷ് വീണ്ടും അത് ഇട്ട് തരുന്നതായിരിക്കും, ഒന്നാമത്തെ പാഠത്തിനിട്ട മാതിരി. അതുകൊണ്ട് ഇത് സ്റ്റോറിയാണ്. ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. സിമ്പിളായിട്ട് എടുക്കരുത്. രസിക്കാൻ വകയുള്ളതാണ്. ബട്ട് യു ഹാവ് ടു ടേക്ക് ഇറ്റ് സീരിയസ്. ഗൗരവത്തിലെടുക്കണം. ബിക്കോസ് എക്സാം അപ്രോച്ചസ് ഇറ്റ്സ് മാർക്ക്. പരീക്ഷ വരുമ്പോൾ അത് മാർക്കാക്കി മാറ്റേണ്ടതാണ്. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. അത് നിങ്ങളുടെ കടമയാണ്. സോ ഐ റിമൈൻഡ് യു, റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ് ഇറ്റ് അഗെയിൻ. വായിക്കുക, വായിക്കുക, വീണ്ടും വായിക്കുക. യെസ്, ലെറ്റ് us മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.